காட்டுமிருக தாக்குதலுக்கு மூணாறில் நடைபெற்ற உண்ணாவிரத போராட்டத்தை விமர்சித்த உடுமன்சோலை எம்எல்ஏ எம்.எம். மணிக்கு യുഡിഎഫ് വേட்பாளർ ഡീൻ കുര്യാക്കോസ് பதில் കൊടുത്തുള്ളൂ. ശ്രീ എം.എം. മണി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കെതിരെ തെറി അഭിഷേകം നടത്തിയത് ഞാനിങ്ങനെ ചാനൽ വാർത്തകളിൽ കാണുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ എം.എം. മണി മറുപടി പറയേണ്ടതായി. ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്രബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. എന്നുവെച്ചാൽ ജില്ലക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചത് ഈ സർക്കാരാണ്. എം.എം. മണി ക്യാബിനറ്റിൽ പങ്കെടുക്കുമ്പോഴാണ്. ബഫർ സോൺ 1 കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തത് എം.എം. മണി മന്ത്രിയായിരിക്കുമ്പോഴാണ്. അല്ല, ഞാൻ വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. എം.പി എന്നുള്ള നിലയിലാണ് ഞാൻ സമരം ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ പാളിച്ച ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ സമരം ചെയ്തിട്ടുള്ളത്. അതിനെ ആക്ഷേപിച്ച് അവർ നടത്തുന്ന അല്ലെങ്കിൽ പ്രസ്താവനകളെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. പക്ഷേ ഒരു നിരാഹാര സമരം, ഞാൻ ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നത്, 6ാമത് തവണയാണ് നിരാഹാര സമരം നടത്തുന്നത്. ആരോഗ്യസ്ഥിതി വഷളായതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ആക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ വിഷയത്തിൽ ഇവർക്കുള്ള ആത്മാർത്ഥത കുറവ് അല്ലെങ്കിൽ ഇവർക്കുള്ള കുറ്റബോധത്തിൻ്റെ പേരിലാണ് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.